ചൂരൽമല ശാഖയിലെ വായ്പകൾ എഴുതിത്തള്ളി കേരള ബാങ്ക്. ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെയും ഈടു നൽകിയ വീടും വസ്തുവകകളും നഷ്ടപ്പെട്ടവരുടെയും മുഴുവൻ വായ്പകളും എഴുതിത്തള്ളി. ബാങ്ക് ഭരണസമിതി യോഗത്തിന്റേതാണ് തീരുമാനം. വിവരങ്ങളുമായി അല്ലമീൻ ചേരുന്നുണ്ട്. അല്ലമീൻ, ഈ ദുരന്തമുഖത്തുള്ള മനുഷ്യർക്ക് ഒരുപാട് ആശ്വാസമാവും ഇത് കേൾക്കുമ്പോൾ. കാരണം എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യർക്ക് ഈ വായ്പ അടയ്ക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത്രത്തോളം പ്രയാസകരമായിരിക്കും. എല്ലാം ഈ ഒന്നിൽ നിന്ന് തുടങ്ങേണ്ട മനുഷ്യരാണ്. ബാങ്ക് എന്താണ് പറയുന്നത്? റോഷ്നി, അത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസകരമായ നടപടിയാണ് കേരള ബാങ്ക് സ്വീകരിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കേരള ബാങ്കിന്റെ ചൂരൽമലയിലുള്ള ശാഖയ്ക്ക് മുൻപിലാണ്. നമുക്ക് കാണുകയും ചെയ്യാം, കേരള ബാങ്കിന്റെ ചൂരൽമല ബ്രാഞ്ചാണ്. ഇപ്പോൾ ബാങ്കിന്റെ ഭരണസമിതി എടുത്തിരിക്കുന്ന തീരുമാനം, ഈ ശാഖയിൽ നിന്ന്, കേരള ബാങ്കിന്റെ ചൂരൽമലയിലെ ശാഖയിൽ നിന്ന് വായ്പ എടുത്ത ആളുകൾ, അവരിൽ ദുരന്തത്തിൽ മരിച്ച ആളുകളുടെ മുഴുവൻ വായ്പയും എഴുതിത്തള്ളാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും അവരുടെ ബന്ധുക്കൾക്ക് അതുമായി ബന്ധപ്പെട്ടൊരു തലവേദന ഇനി ഉണ്ടാകില്ല. മരിച്ചവരുടെ വായ്പകൾ എഴുതിത്തള്ളും. അതോടൊപ്പം ഈടായി നൽകിയ വീടും വസ്തുവും ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, പല വീടുകളും തകർന്നിട്ടുണ്ട്, പല വസ്തുക്കളും ഈ കുത്തൊലിച്ച് പോയൊരു സാഹചര്യമുണ്ട്. അങ്ങനെ ഈട് നൽകിയ വീടും വസ്തുവും നശിച്ച ആളുകളുണ്ടെങ്കിൽ അവരുടെ വായ്പയും എഴുതി തള്ളാനാണ് ഇന്ന് ചേർന്ന കേരള ബാങ്കിന്റെ ഭരണസമിതി തീരുമാനമെടുത്തിരിക്കുന്നത്. ആശ്വാസ നിധിയിലേക്ക് 50 ലക്ഷം രൂപ കേരള ബാങ്ക് നൽകിയിരുന്നു. 50 ലക്ഷം രൂപ ബാങ്ക് നൽകിയിരുന്നു. അതിന് പിന്നാലെ ഈ ബാങ്കിലെ ജീവനക്കാരും സ്വമേധയാ ഒരു വിഹിതം അതിലേക്ക് നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ഈ ദുരന്തബാധിത മേഖലകളിലെ ആളുകളെ നേരിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നത്തിന് ഒരു ആശ്വാസകരമായ ഒരു തീരുമാനം ബാങ്ക് കൈക്കൊണ്ടിരിക്കുന്നത്. അത് ഇങ്ങനെയാണ്: ഒന്ന്, ചൂരൽമല ശാഖയിൽ നിന്ന് വായ്പ എടുത്തിട്ടുള്ള, അതിൽ മരിച്ചവരുടെ വായ്പ പൂർണ്ണമായും എഴുതിത്തള്ളും. അതോടൊപ്പം ഈടായി നൽകിയ വീടും വസ്തുവും, അത് ഈ ദുരന്തത്തിൽ, ഈ ഉരുൾപൊട്ടലിൽ നശിച്ചിട്ടുണ്ടെങ്കിൽ, തകർന്നിട്ടുണ്ടെങ്കിൽ അവരുടെ വായ്പകളും എഴുതിത്തള്ളാനാണ്, അത് പൂർണ്ണമായും എഴുതിത്തള്ളാനാണ് ഇന്ന് ചേർന്ന കേരള ബാങ്കിന്റെ ഭരണസമിതി തീരുമാനിച്ചിട്ടുള്ളത്. റോഷ്നി. ശരി, അല്ലമീനാണ് വിവരങ്ങൾ നൽകിയത്. നിലവിൽ ദുരന്തമുഖത്തുള്ള മനുഷ്യരുടെ വായ്പ എഴുതിത്തള്ളിയിരിക്കുകയാണ്.